അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തോസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പം കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ കേക്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. റവ കേക്ക്, തരിപ്പോള എന്നൊക്കെ പറയും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബീറ്ററിലോ അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഡ്രൈ ആയിരിക്കണം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. റവ മുഴുവനായിട്ടും ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. റവ മുഴുവനായിട്ടും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. മൈദയും കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായ ടൈമിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂർ നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നേരം വേവിച്ചെടുക്കുക. വിസിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ വിസിലിടാതെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കണം. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വേവിച്ചെടുത്താൽ മതി. ഒരു 25 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കി. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു റവ കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.